ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നാഷ് എപ്പിസോഡ്. ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇന്ന് നമ്മൾ ചാർക്കോൾ ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലിലോട്ട് പോവുക ചെയ്യുന്നത്. ഇന്ന് നമ്മളെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ½ നമുക്ക് ബ്രേക്ക് കിട്ടും. അപ്പോൾ ആ ബ്രേക്കിൻ്റെ ടൈമിൽ നമ്മൾ വെച്ച് ഫുഡൊക്കെ കഴിച്ചൊന്ന് പുറത്തുനിന്ന് എൻജോയ്മെൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ നാളെ തിരിച്ച് വീട്ടിലോട്ട് പോവുക ചെയ്യുന്നത്. അപ്പോൾ ഇന്നാണ് നമുക്ക് കുറച്ച് ഫ്രീ ആയി കിട്ടിയ സമയം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവുക. സോനയുണ്ട്, റിങ്കു ഉണ്ട്, മനീഷ് ഉണ്ട്, സാൻഡ്രോ ഉണ്ട്, പിന്നെ നമ്മളെ പ്രിയപ്പെട്ട നജിനുണ്ട്. നിങ്ങളെല്ലാവരും ആദ്യം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഗായ്സ്, നമ്മൾ നടന്നാണ് ഗായ്സ് പോകുന്നത്. ഓട്ടോറിക്ഷ വിളിക്കാൻ പറഞ്ഞപ്പോൾ പറ്റിയില്ല, പിന്നെ ഓട്ടോറിക്ഷ കിട്ടിയില്ല. അവസാനം നമ്മൾ നടന്ന് പോകാൻ തീരുമാനിച്ചു. സമയം ആകെ അരമണിക്കൂർ ബ്രേക്ക് ഉണ്ട്. അതിൽ പകുതി മുക്കാൽ സമയം നടന്നു തീരും തോന്നുന്നു. പിന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്തായി, പിന്നെ പുറത്തിരിക്കാൻ തോന്നുന്നു. ഇല്ലില്ല, ഇത് ഇവിടെ എന്തെന്നോ കാണാനുണ്ട് ഗായ്സ്. എന്തൊക്കെയോ ഇവിടെ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ചാർക്കോൾ എത്താനായി ഗായ്സ്. ഫുഡ് കഴിക്കാനുള്ള ടൈം ആവാനായി. പക്ഷേ എല്ലാ ബ്രേക്കിൻ്റെ ടൈം തീരാനും വഴി വരാൻ സുഖമാക്കും തോന്നുന്നുണ്ട്. എന്താ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നത്? നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയാണ്. കാരണം നമുക്ക് പലതും ഓർഡർ ചെയ്യാനുണ്ട്, പക്ഷേ സമയം നമ്മുടെ അടുത്ത് തീരെയില്ല. ½ നമ്മൾ ക്ലാസ്സിലോട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം ചിക്കൻ ബിരിയാണി ഒതുക്കുവാണ്. അപ്പോൾ നമ്മൾ നാളെ നൈറ്റ് നമ്മൾ DJ പാർട്ടിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ചും കൂടി എനർജി ആയിട്ട് നല്ല ഫുഡൊക്കെ വാങ്ങിച്ച് സെറ്റാക്കും. ഇതാണ് സോന സാൻഡ്വിച്ച്. പനിമലയോ എവിടെയാ എങ്ങനെയുണ്ട് ഫുഡ്? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫുഡ് വേസ്റ്റ് ആക്കിയ ഫുഡ് വേസ്റ്റ് ആക്കി ഹായ് ഗായ്സ്, എങ്ങനെയുണ്ടായിരുന്നു ബിരിയാണി? ചേട്ടാ ഇവിടെ സൈഡിൽ നിർത്തിയാൽ മതിയേ. നമ്മളങ്ങനെ എത്തില്ല. ഇല്ല, ഇച്ചിരി അപ്പുറത്തേക്ക് മതി. ഇത് നമ്മൾ ആൻറ്റീൻസിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. വിളിച്ചത് അത് നമുക്ക് എക്സ്ട്രാ അറിയാം. നാളെ പോകുന്നുണ്ടോ? അഭി പറയൂ, നമ്മളിപ്പോൾ ഫുഡ് കിട്ടി ഗൈസ് കഴിക്കാൻ വേണ്ടി പോവാണ്. എന്താണ് ഫുഡ്? ബിരിയാണിയാണ്. നോക്കണ്ട, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിട്ട് പറയാം. കൊള്ളുവോ? ക്രിസ്മസിന് ടൈം ആയതുകൊണ്ട് ക്രിസ്മസിന് നമുക്ക് ചോക്ലേറ്റ് തരിക കേട്ടോ. ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്ന ആൻ്റണി സാർ. ആൻ്റണി സാറിൻ്റെ ക്ലാസ് അടിപൊളിയാണ്. ഓൾമോസ്റ്റ് എല്ലാതും സാർ നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. സാറിൻ്റെ ക്ലാസ്സിൽ വന്നതുകൊണ്ട് കൊണ്ട് ഒരു യൂസ് ഉണ്ട്. എന്താ വെച്ചാൽ സാറിൻ്റെ ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്ക് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇത് CPR സെക്ഷനാട്ടോ. നമ്മൾ അവിടെ നിന്ന് തന്നെ നമുക്ക് CPR സെക്ഷൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് BLSും ACLSും ഒക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ എടുക്കാം. അങ്ങനത്തെ BLSൻ്റെ ACLൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ നമ്മൾ
ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു നാഷ് എപ്പിസോഡ്. ഹായ്, എവിടെ പോകുന്നത് നമ്മൾ? എവിടെ പോകുന്നത് പറയൂ. നമ്മൾ വീട്ടിൽ പോവുകയാണ്. നമ്മളെ കോഴ്സ് കഴിഞ്ഞു. വി ആർ ലീവിങ് ഹിയർ. ബൈ. ആണേ നമ്മളെ വണ്ടി വന്നു ഗൈസ്. നമ്മളങ്ങനെ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഗൈസ്. നമ്മൾ 11 അങ്ങേറ്റ് തന്നത്. അതാ ചോദിക്കുന്നേ. ഒരു മിനിറ്റ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. പക്ഷേ നമ്മൾ അവിടെ നിന്നിട്ട് ഇരുന്നതിന് ശേഷം വിളിക്കാവേ. ബ്ലോഗാ, യൂട്യൂബിൽ വരും കേട്ടോ, ഫോളോ ചെയ്തോ. ഇപ്പം ഞാൻ പറഞ്ഞത് ഞാൻ എന്ത് ക്ലാസ് അറ്റൻഡ് ചെയ്തത്, എവിടെ പോയത് മക്കളെ? ഞാൻ ആൻ്റണീസ് അക്കാദമിയിലാണ് പോയത്. ആൻ്റണീസിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. DH പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെ DH എക്സാമിനുള്ള ഓൾമോസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സാറിൻ്റെ ക്ലാസ്സൊക്കെ അടിപൊളി ക്ലാസ് ആയിരുന്നു. നമുക്കെല്ലാം ക്യാച്ച് ചെയ്യാൻ പറ്റും. സാറിന് ടെക്നിക്ക് ഉണ്ട്. നമ്മൾ സാറിൻ്റെ ക്ലാസ്സിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക് ആ ടെക്നിക്ക് അറിയാൻ പറ്റുള്ളൂ. അതായിരുന്നു നമ്മൾ അതിനായിരുന്നു പോയിരുന്നത്. സോ അതിനൊപ്പം ഞാൻ BLS ഉണ്ടായിരുന്നു, AC-ലുണ്ടായിരുന്നു. അവിടെ സാറിൻ്റെ അവിടെ ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ BLS മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് DH BLS മാത്രം മതി. എക്സ്പീരിയൻസ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കതിന് AC-ലിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ നമ്മൾ ക്ലാസ് കഴിഞ്ഞു. നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോകാനായിട്ട് നമ്മൾ 10-12 ഡേയ്സ് ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് നമ്മൾ അതിൻ്റെ ഒപ്പം ഫുഡ് ഉണ്ടായിരുന്നു, അക്കോമഡേഷനൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ സെറ്റായിരുന്നു. നമ്മളത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ വരുന്നത് എന്തായാലും അവർക്ക് അറിയാം. സോ നമ്മൾ ഇനി വീടെത്തിയിട്ട് കാണാം. അതിൻ്റെ ഇടയ്ക്ക് കുറേ ക്ലിപ്സ് കിട്ടുന്നതൊക്കെ ഞാനതിൽ കാണിക്കാം കേട്ടോ. Hey guys, welcome back to my channel. Good morning. നമ്മൾ അവിടുന്ന് മോർണിംഗ് ആണ് ട്രെയിൻ കയറിയത്. നമുക്ക് അവിടുന്ന് മോർണിംഗ് ട്രെയിൻ ഉണ്ടായിരുന്നു. ഇന്ന് കയറി ഞാൻ AC-ൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മളിനി നേരെ പോകുന്നത് പാലക്കാടാണ്. ചേർത്തലയിൽ നിന്ന് നേരെ പോകുന്നത് പാലക്കാടാണ്. ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത് ഡിസംബറിലാട്ടോ. ഡിസംബർ 2025 എടുക്കുന്ന വ്ളോഗാണ്. അത് ഞാൻ ഇത്രയും കാലം ഇടാതിരുന്നത് എന്താ വെച്ചാൽ നമുക്കെല്ലാം ഒന്ന് സെറ്റായിട്ടും ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കാലം ഞാൻ ഇടാതിരുന്നത്. സോ നിങ്ങൾക്ക് ആരെങ്കിലും DH പ്രിപ്പയർ ചെയ്യണം, DH ഓർ MOH ഹാത്ത് അല്ലെങ്കിൽ ഏതൊരു എക്സാം, ഒമാൻ, കുവൈത്ത്, സൗദി ഏത് എക്സാം പ്രിപ്പയർ ചെയ്യാനും നമുക്ക് ആൻ്റണീസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കാരണം നല്ലൊരു ക്ലാസ് ആയിരുന്നു. ക്വസ്റ്റ്യൻസിൻ്റെ കാര്യം നമുക്ക് ആ പാറ്റേൺ മനസ്സിലാക്കിക്കാനോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഐഡിയ കിട്ടിക്കാനോ നമുക്ക് ക്വസ്റ്റ്യൻസ് കാര്യം നേരെ എഴുതാൻ പറ്റും. സാറിൻ്റെ ക്ലാസ് അടിപൊളിയാണ്. ഓൺലൈൻ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 മന്ത് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഓൾമോസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് ഓൾമോസ്റ്റ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സാറിൻ്റെ ക്രാഷ് കോഴ്സ് അടിപൊളിയാണ്. സാറിൻ്റെ ക്രാഷ് കോഴ്സിൽ നമുക്ക് ഓൾമോസ്റ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും. സാറിനൊരു ടെക്നിക്ക് ഉണ്ട്, അത് സാറിൻ്റെ ക്ലാസ്സിൽ ഇരുന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ആ ടെക്നിക്ക് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ എക്സാം എഴുതിയത്. ഈ സമയത്ത് ഞാൻ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. സോ എക്സാമിൻ്റെ പോകുന്ന വ്ളോഗ് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ചേർത്തലയിൽ നിന്ന് കയറി ട്രെയിൻ ഞാൻ നേരെ പാലക്കാട് ഒലവക്കോട് ഞാൻ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ബസ് വിളിച്ച് പോകണം. സോ ഞാൻ ബസ് കയറിയിട്ടുണ്ട്. മണ്ണാർക്കാട് ബസ്സാണ് കയറിയിരിക്കുന്നത്. ഞാൻ ഇനി ഇവിടെ ഇറങ്ങേണ്ടത് വെച്ചാൽ ഞാൻ ഇറങ്ങേണ്ട സ്റ്റോപ്പ് മണ്ണാർക്കാടല്ല, ഞാൻ കല്ലടിക്കോടാണ് ഇറങ്ങേണ്ടത്. ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ഇനി അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് പോകണം. അതാണ് മെയിൻ ടാസ്ക്. എന്നെ കൊണ്ടുവരാൻ ആരുമില്ല ഗൈസ്.
മുടിയൊക്കെ കാറ്റ് അങ്ങോട്ട് പാറി കളിക്കുന്നുണ്ട്. ഇന്ന് അവിടെ എത്തിക്കാൻ അമ്മച്ചിൻ്റെ കേക്കായി മുടിയൊക്കെ കൊള്ളായിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ ഒരു 10 ദിവസത്തിന് ശേഷം നമ്മൾ വീടെത്താനായിട്ടുണ്ട്. വീട്ടിലേക്ക് പോകാൻ അവിടെ മമ്മിയും മെച്ചിയും ആഷിക്കും എല്ലാവരും ഉണ്ട്. സോ ഇതാണ് മെച്ചിയിലെ എക്സ്പ്രഷൻ ക്യൂനാണ്. വ്ളോഗിൽ ഉൾപ്പെടാൻ താല്പര്യമില്ലാത്ത ആഷിഖ്. സോ നമുക്ക് നേരെ പോയി ഇമ്മമാനെ കാണാം. ഇമ്മമ്മ എവിടെ ഉണ്ടാവുമായിരിക്കും, ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും എന്തായാലും. എന്തായാലും നമുക്ക് ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം. ഞാൻ നല്ല വിശപ്പോടെയാണ് വന്നിരിക്കുന്നത്. സോ രാവിലെ തന്നെ കഴിക്കും. നമുക്ക് നൂൽപുട്ടാണ്, നൂൽപുട്ടും ബീഫും ചിക്കനും എന്തോ കറിയാണ്. സോ അതിനുശേഷം ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. നെക്സ്റ്റ് വീഡിയോ വരാം. ബൈ ഗായ്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.